ചാപ്റ്റർ എത്രയാണ്? 33 അല്ലേ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഏതാണ് നിങ്ങളുടെ കയ്യിൽ? ചാപ്റ്റർ 33 ആണ് അല്ലെ? 33ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. അതെ, മൊഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ മൊഡ്യൂൾ 2-ലാണ് കേട്ടോ. മൊഡ്യൂൾ 2-നകത്ത് 33ാമത്തെ ചാപ്റ്റർ ആയിട്ട് കിടക്കുന്ന ആണ് കേട്ടോ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 അല്ലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ കണ്ടു. ഡീഫിബ്രിലേറ്റേഴ്സ് നമ്മൾ കണ്ടു. പിന്നെ തെർമോമീറ്ററുകൾ കണ്ടു അല്ലെ. 4 ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓരോ എക്യുപ്മെന്റ് പഠിക്കുമ്പോഴും എന്തിനാണ് ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചിത്രം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലതിങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. തെർമോമീറ്റർ അത് തന്നെ നമുക്കറിയാം. ഡിജിറ്റൽ തെർമോമീറ്റർ നമ്മൾ പറഞ്ഞു. പിന്നെ ടിംപാനിക് തെർമോമീറ്റർ, അന്ന് അതിന്റെ ചിത്രം കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് എന്താണ്? ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. അങ്ങനെ 4 ടൈപ്പ് തെർമോമീറ്ററുകൾ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടു ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെ. അതിന്റെ പേരെന്താണ്? സ്ഫിഗ്മോമാനോമീറ്റർ അല്ലെ. സ്ഫിഗ്മോമാനോമീറ്റർ എന്നല്ല അതിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ലാരിങ്കോസ്കോപ്പ് ആണ് അല്ലെ. ലാരിങ്കോസ്കോപ്പ് എന്താണ്? നമ്മുടെ ത്രോട്ടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ലാരിങ്സ്. ലാരിങ്സ് എന്താ? നമ്മുടെ വോയിസ് ബോക്സ് ആണ് അല്ലെ. വോയിസ് ബോക്സ്. അപ്പൊ അതിന്റെ എന്താ വിഷ്വൽസ് അത് ഒബ്സർവ് ചെയ്യാനായിട്ട്, വിഷ്വൽസ് അല്ല, അതിന്റെ ഒബ്സർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലാരിങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ലാരിങ്കോസ്കോപ്പ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് നമ്മൾ ലാരിങ്കോസ്കോപ്പി എന്നാണ് പറയുക കേട്ടോ. ആ ഒരു പ്രൊസീജിയർ, ആ ഒരു മെക്കാനിസത്തിന് നമ്മൾ എന്താണ് പറയുക? ലാരിങ്കോസ്കോപ്പി എന്നാണ് പറയുക. ഓക്കെ. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത്, ലാസ്റ്റ് അല്ല ECG കൂടെ പറഞ്ഞിരുന്നു. ഓക്സിജൻ മാസ്ക്, പിന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ. ECG എന്താണ്? ECG എന്ന് പറഞ്ഞ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. AED എന്ന് പറഞ്ഞത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ആണ്. ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ്. ഓക്കെ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനുപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ. ഹാർട്ട് ബീറ്റ് മീൻസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ECG എന്ന് പറയുന്നത് അല്ലെ. അതിൽ ധാരാളം ഇലക്ട്രോഡ്സുകൾ ഉണ്ടായിരിക്കും. കണ്ടല്ലോ, ചിത്രം കണ്ടല്ലോ. ഇവിടെ ഒരുപാട് ഇലക്ട്രോഡ്സുകൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ സ്കിന്നില് അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, ഇലക്ട്രോഡ്സുകൾ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ECG. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ എക്യുപ്മെന്റിലോട്ട് കടക്കാം. എന്താണ്? വെയിങ് മെഷീൻ. എല്ലാവർക്കും അറിയാം. നമുക്ക് മിക്കവാറും ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ കണ്ടതും നമുക്ക് അറിവുള്ളതുമാണ് അല്ലെ. വെയിങ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ചിത്രങ്ങൾ കൊടുത്തത്. അതിന് വേറൊരു പേരും കൂടെ പറയും. എന്താണെന്നറിയാമോ? ഡിജിറ്റൽ സ്കെയിൽ കേട്ടോ. വേറൊരു പേരും കൂടെ പറയാറുണ്ട്. ഡിജിറ്റൽ സ്കെയിൽ എന്ന പേരും ഇതിനുണ്ട്. അപ്പൊ ചില എക്യുപ്മെന്റിന് 1, 2, 3 തരം പേരൊക്കെ ഉണ്ടാവും. ആ പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ വെയിങ് മെഷീൻ വെയിറ്റ് നോക്കാനായിട്ട് വായിക്കാം നമുക്ക്. A digital scale is a kind of electronic weighing machine which measures many readings that include body weight, body fat, BMI, etc. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെ, ശരീരഭാരം, പിന്നെന്താണ് ബോഡി ഫാറ്റ് അല്ലെ, ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ അളവ്, പിന്നെന്താണ് BMI. എന്താണ് BMI അല്ലെ? BMIയുടെ ഫുൾ ഫോം എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ. എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയുള്ള റീഡിങ്ങുകൾ, നിരവധി റീഡിങ്ങുകളൊക്കെ എന്താ പറയാ, അളക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് ഇത് വെയിങ് മെഷീൻ അഥവാ ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാലും ശരീരഭാരം തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. BMIയും എന്ത് തന്നെയാണ്? ശരീരഭാരം തന്നെയാണ്. പക്ഷെ എന്താണ് ബോഡി വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെയിറ്റ് എടുത്ത് കിലോഗ്രാമിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വെയിറ്റും ഹൈറ്റും കൂടെ കണക്കാക്കിയിട്ടാണ്. ഹൈറ്റും കൂടെ നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം, അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ, അത്രയും സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊന്നും പഠിക്കൊന്നും വേണ്ട.
എന്തായാലും രണ്ടും ഉദ്ദേശിക്കുന്നത് ശരീരഭാരം തന്നെയാണ്. BMI ആകുമ്പോൾ എന്താണ് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് നോക്കിയിട്ടാണ്, രണ്ടും കൂടെ ഒത്തു നോക്കിയിട്ടാണ് നമ്മളവിടെ ബോഡി വെയിറ്റ് കണക്കാക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. പിന്നെ എന്ന് പറയുമ്പോൾ വെയിങ് മെഷീൻ നോക്കുക, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. പൊതുവെ വെയിങ് മെഷീൻ എന്ന് പറയുമ്പോൾ വട്ടത്തിലുള്ളത് ചിത്രത്തിൽ നോക്കുക, അത് അത്യാവശ്യം ലാർജർ ആയിരിക്കും. മറ്റേ ഡിജിറ്റൽ സ്കെയിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലുതായിരിക്കും വെയിങ് മെഷീൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ കുറെ കൂടെ പോർട്ടബിൾ ആയിരിക്കും. മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മോളറും കൂടെ ആയിരിക്കും, കുറച്ചുകൂടി ചെറുതായിരിക്കും, പോർട്ടബിൾ ആയിരിക്കും, നമുക്ക് ഈസി ടു ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ? അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അടുത്തതാണ് ട്രോളീസ് അല്ലെ. ട്രോളി എന്തിനാണ് ട്രോളി ഉപയോഗിക്കുന്നത്? ദ ഒബ്ജക്റ്റീവ് ഓഫ് മെഡിസിൻ കൊണ്ടുപോകാൻ, മെഡിസിൻ മാത്രമല്ല പല സാധനങ്ങളും, ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, മറ്റ് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എക്യുപ്മെന്റുകൾ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂവബിൾ അല്ലെ, ഒരു മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് ട്രോളി എന്ന് പറയുന്നത് അല്ലെ. നോക്കുക, ദ ഒബ്ജക്റ്റീവ് ഓഫ് using trolleys in hospitals is to help to move things from one place to another place without any risk. അല്ലെ, പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ട്രോളി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ട്രോളീസുകളുണ്ട്, അവിടെ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഹോസ്പിറ്റൽ ട്രോളീസ് ആർ ക്രാഷ് കാർട്ട് ട്രോളി, അതുപോലെ തന്നെ മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുമ്പോൾ എന്താണ്? ക്രാഷ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതായത് നമ്മൾ പറയില്ലേ എയർപ്ലെയിൻ ക്രാഷ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് എമർജൻസി സിറ്റുവേഷൻ, പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ അതിനാവശ്യമായിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സുകളും അതൊക്കെ വഹിക്കുന്ന തരത്തിലുള്ള ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത് കേട്ടോ. മെഡിസിൻ ട്രോളി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെഡിസിൻസും മറ്റും എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മെഡിസിൻ ട്രോളി. അടുത്തത് SS ഡ്രസ്സിംഗ് ട്രോളി. SS എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി. ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുമ്പോൾ എന്തിന്റെ ഡ്രസ്സിംഗ് ആണ്? വൂണ്ട് കെയർ അല്ലെ. വൂണ്ട് കെയർ നമുക്ക് മുറിവുകൾ ഒക്കെ സംഭവിക്കുമ്പോൾ ഡ്രസ്സിംഗ് മറ്റൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വൂണ്ട് കെയറിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ വഹിക്കുന്ന ഒരു ട്രോളിയാണ് SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഡ്രസ്സിംഗ് ട്രോളിയുടെയാണ് കേട്ടോ. ഡ്രസ്സിംഗ് ട്രോളിയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇതിന് നമുക്ക് കത്തിരിക്ക മറ്റുള്ള എന്താ പറയാ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, വൂണ്ട് കെയറിനാണ് അവിടെ കൂടുതൽ ഇത് കൊടുക്കുന്നത്, പരിചരണം കൊടുക്കുന്നത് കേട്ടോ. ഡ്രസ്സിംഗ് ട്രോളി. പിന്നെ ഇൻസ്ട്രുമെന്റ് ട്രോളി, ഇതുപോലെ തന്നെ എസെൻഷ്യൽ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു ട്രോളിയാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ട്രോളി എന്ന് പറഞ്ഞാൽ it is to move the things, right? It is the medical equipment that help to move things from one place to another place without any risk. Okay. അടുത്തതാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അല്ലെ. ആരാണത്? വീൽ ചെയർ. ഓക്കെ, വീൽ ചെയർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. A wheelchair is a wheeled mobility instrument അല്ലെ. ഒരു വീലൊക്കെ ഉള്ള ഒരു മൂവബിൾ അല്ലെ മൊബൈൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത് അല്ലെ. ദി ഇൻസ്ട്രുമെന്റ് ഈസ് മൂവ്ഡ് മാനുവലി. മാനുവലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ മീൻസ് ഓഫ് ടേണിംഗ് ദ വീൽസ് ബൈ ഹാൻഡ് അല്ലെ, ഓർ via various automated systems. അപ്പൊ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് മാനുവലി അത് മൂവ് ചെയ്യാം. മാനുവലി മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇങ്ങനെ കൈകൾ കൊണ്ട് എന്ത് ചെയ്യാം? വീൽ ഇങ്ങനെ തിരിച്ച് നമുക്കത് മൂവ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ എന്താണ്? വാരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് അല്ലെ, മറ്റെന്തെങ്കിലും ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്കിത് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആർക്കാണ് പൊതുവെ വീൽ ചെയർ ഉപയോഗിക്കാം? അതെ, അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെ, നടക്കാൻ എന്തെങ്കിലും വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. വീൽ ചെയർസ് ആർ യൂസ്ഡ് for people who feel walking is difficult or impossible because of illness. അത് ഫിസിയോളജിക്കൽ or physical injury or disability അല്ലെ. നമുക്ക് വല്ല അസുഖമോ പരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂലം നടക്കാൻ വൈകല്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നടക്കാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് വീൽ ചെയർ ആണ്. ഓക്കെ,
അതൊരു മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്, അറിയാലോ. പിന്നെന്താണ് സ്ട്രക്ചേഴ്സ് അല്ലെ, സ്ട്രക്ചറുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ട്രക്ചർ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലെ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. A structure is an instrument used for carrying patients who need medical care അല്ലെ, വൈദ്യപരിചരണം ആവശ്യമുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കെയർ ആവശ്യമുള്ള രോഗികളെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഇൻസ്ട്രുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് സ്ട്രക്ചർ അല്ലെ. ഓക്കെ, ദി സ്ട്രക്ചേഴ്സ് ആർ mainly used in acute out of hospital care situations by emergency medical services. സാധാരണയായിട്ട് സ്ട്രക്ചറുകൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് എന്താണ് ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള സാഹചര്യങ്ങളിൽ അല്ലെ, പുറത്തുള്ള സാഹചര്യങ്ങളില് അതന്നെ അതോടൊപ്പം തന്നെ എന്താണ് പ്രധാനമായിട്ടും ആശുപത്രിയുടെ പുറത്തുള്ള സാഹചര്യങ്ങളില്, അതും എമർജൻസി മെഡിക്കൽ സർവീസ് അല്ലെ, നമ്മൾ EMS എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എമർജൻസി മെഡിക്കൽ സർവീസ് എന്താണത്? ആംബുലൻസ് ഒക്കെ ഒരു എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗങ്ങളാണ് അല്ലെ. നിങ്ങൾ ആംബുലൻസിൽ പഠിച്ചില്ലേ, പാരാമെഡിക്സ്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, ഇതൊക്കെ എന്താണ് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരം പ്രധാനമായിട്ട് ആംബുലൻസിലൊക്കെ എന്തായിരിക്കും സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പുറത്തുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്ന് പറയുന്നത് സ്ട്രക്ചർ. ഓക്കെ, അടുത്തതാണ് എന്ത്? സക്ഷനിങ് മെഷീൻ. ഇതാണ് സക്ഷനിങ് മെഷീൻ. സക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വലിച്ചെടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. എ സക്ഷനിങ് മെഷീൻ ഈസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം എ പേഴ്സൺസ് എയർവേസ് ആൻഡ് മൗത്ത് അല്ലെ. പ്രധാനമായിട്ടും രോഗിയുടെ എന്താണ് എയർവേസ് അല്ലെ, ശ്വാസനാളത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്നുമൊക്കെ ഫ്ലൂയിഡ്സുകളൊക്കെ, ഫ്ലൂയിഡ്സ് ആവാം, ചിലപ്പോൾ ഗേഷ്യസ് മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം, മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് വല്ലതും തടഞ്ഞിരിക്കോ കുടുങ്ങി കിടക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത്തരം മെറ്റീരിയൽസിനെയൊക്കെ പറയുന്നത് ഫ്ലൂയിഡ്സ് ആണ് പറയുന്നത്. അപ്പൊ ഫ്ലൂയിഡ്സിനെയൊക്കെ നമ്മുടെ ശ്വാസനാളത്തിൽ നിന്ന്, വായിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഉള്ളിൽ നിന്നൊക്കെ ആവാം, മറ്റേതെങ്കിലും ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിൽ നിന്നൊക്കെ എന്താണ് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് സക്ഷനിങ് മെഷീൻ അല്ലെ. ഇപ്പൊ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ബ്ലഡ് ആവാം അല്ലെ, ബ്ലഡ് ആവാം, അതുപോലെ തന്നെ മ്യൂക്കസ് ആവാം, കഫ ആവാം അല്ലെ. കഫ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സക്ഷനിങ് മെഷീൻ ഉപയോഗിച്ച് എന്ത് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട് തന്നെ സ്പ്യൂട്ടം, അത് കഫമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മ്യൂക്കസ്, സ്പ്യൂട്ടം ഇങ്ങനെയുള്ള എന്താ പറയാ മെറ്റീരിയൽ മീൻസ് ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം? വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഫ്ലൂയിഡ്സ് മാത്രമല്ല കേട്ടോ, ചില ഗേഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലൂടെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സക്ഷനിങ് മെഷീൻ കേട്ടോ. ഇതിന്റെ ചിത്രം ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, എ സക്ഷനിങ് മെഷീൻ ഇസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ for sucking fluids from a person's airways and mouth. അടുത്തതാണ് എന്ത്? ഫ്ലോ മീറ്റർ. അടുത്തത് എന്താണ്? ഫ്ലോ മീറ്റർ കേട്ടോ. ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a device controls and gauges the flow of a fluid and gas. അതായത് സാധാരണയായിട്ട് നമ്മളൊരു ദ്രാവകത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം അല്ലെ, അതിന്റെ ഫ്ലോ റേറ്റ് അല്ല, അതിന്റെ ഒരു ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ ഫ്ലോ എത്രത്തോളം എമൗണ്ട് ഇത് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട്, ഗേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഗേജ് എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? അളക്കുക എന്നുള്ളതാണ് അല്ലെ. അത് തന്നെ ഓക്സിജൻ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യാനും, ഫ്ലോ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ആവാം, ഗ്യാസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതിന്റെ അതൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ചിത്രം നോക്കുക കേട്ടോ. ഇനി ഇൻ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ it is the flow meter that gases by speed of flow based on their viscosity and density. സാധാരണയായിട്ട് ഇത് അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻസ് ഉള്ള അനസ്തെറ്റിക് മരുന്നുകളൊക്കെ കൊടുക്കുന്ന അതിനുള്ള അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് നമുക്ക് എന്തെന്ന് പറയാം? ഫ്ലോ മീറ്റർ ആണെന്ന് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ അനസ്തെറ്റിക് ഗ്യാസുകൾ, മരുന്നുകൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഫ്ലോ റേറ്റ്, ഓക്കെ, ആ മരുന്നുകളുടെ ഫ്ലോ റേറ്റ് ഇപ്പൊ നമുക്ക് ഓക്സിജൻ ആവാം, എയർ ആയിരിക്കാം,
മറ്റെന്തെങ്കിലും ആയിരിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഗ്യാസിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ. എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? ആ ഫ്ലോ റേറ്റ് ബേസ്ഡ് ഓൺ ദയർ വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി അല്ലെ. അതിന്റെ വിസ്കോസിറ്റിയും അതുപോലെ തന്നെ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രതയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും വിസ്കോസിറ്റി എന്താണ്? ചലനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ഒരു ബലമാണ് ശരിക്കും. വിസ്കോസിറ്റി ആ ഒരു ചലനത്തിനെതിരായിട്ട്, അതായത് അത്ര സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ ആ ചലനത്തിന് എതിർക്കുന്ന തരത്തിലുള്ള ഒരു ബലം, അതാണ് നമ്മൾ വിസ്കസ് പറഞ്ഞത്. അപ്പൊ വിസ്കോസിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ഒരു വിസ്കോസിറ്റിനെയും സാന്ദ്രതയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരം ഫ്ലൂയിഡ്സിന്റെ ഗ്യാസസിന്റെ ഒക്കെ ഫ്ലോ റേറ്റ് എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യാണ്. അപ്പൊ നമ്മള് തുടക്കം മെഡിക്കൽ എക്യുപ്മെന്റ്സ് പറഞ്ഞപ്പോ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇത്തരം ലിറ്റർ ഓർ മിനിറ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇത് ഫ്ലോ മീറ്ററിന്റെ കാര്യം അല്ലെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തുടക്കം പറഞ്ഞിരുന്നു മെഡിക്കൽ എക്യുപ്മെന്റ് പറഞ്ഞപ്പോ, സാധാരണ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് ഒന്നില്ലെങ്കിൽ സിംഗിളി യൂസ് ചെയ്യാം, ഒറ്റയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് പല എക്യുപ്മെന്റ്സിന്റെയും കൺജോയിന്റ് ആയിട്ട് അല്ലെ, കൺജോയിന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം രീതിയിൽ ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ പൊതുവെ അനസ്തെറ്റിക് മെഷീന്റെ തന്നെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുമായിട്ട് കൺജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് സിറിഞ്ച് പമ്പ്. ഇതാണ് സിറിഞ്ച് പമ്പ് അല്ലെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു. സിറിഞ്ച് പമ്പ് എന്താണത്? എ സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് ഈസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തുക അല്ലെ. കുത്ത മീൻസ് ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുക, ഉള്ളിലേക്ക് കടത്തി വിടുന്ന ഒരു പമ്പാണ് അല്ലെ. ബ്രാക്കറ്റിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സം കൺസിസ്റ്റ് ഓഫ് ഇൻഫ്യൂസ് വിത്ത് ഡ്രോ കേപ്പബിലിറ്റി ആൻഡ് വിത്ത് ഡ്രോ കേപ്പബിലിറ്റി. ചിലതിന് ഇൻഫ്യൂസ് ചെയ്യാൻ മാത്രമല്ല ഡ്രോ ചെയ്യാനുള്ള അത്തരം കേപ്പബിലിറ്റി ഉള്ളതും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ് വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ. അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം കേട്ടോ. അവിടെ ബ്രാക്കറ്റ് തുറന്നു വെച്ചിട്ടുള്ളൂ, അടച്ചിട്ടില്ല. വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. വായിക്കാം. ഗ്രാജുവലി സ്മോൾ എമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ് ടു എ പേഷ്യന്റ് ഓർ ഫോർ യൂസ് ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. സിറിഞ്ച് പമ്പ് കണ്ടു, ഇവിടെ ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണ്. ഇത് വന്നിട്ട് ദ്രാവകങ്ങള്, വാതകങ്ങള്, മറ്റ് ദ്രാവകം പോലുള്ള മരുന്നുകള്, വാതകങ്ങൾ, മറ്റെന്തെങ്കിലും മെറ്റീരിയൽസുകളൊക്കെ നമ്മൾ എന്താണ് പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ, അതും വെറുതെ ഇൻഫ്യൂസ് ചെയ്യില്ല, ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് കേട്ടോ, ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട്, വെറുതെ അങ്ങനെ ഇൻഫ്യൂസ് ചെയ്ത് വിടല്ല, കൃത്യമായ നിരക്കില് കൃത്യമായ അളവില് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് നമുക്ക് സാധാരണ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് ഗവേഷണത്തിന്റെ ഭാഗമായിട്ടും ഇത്തരം എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ IV ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മറ്റേ എന്താണ് പറയാ, ആ ഒരു ഇത് നമ്മൾ തൂക്കിയിടുമല്ലോ, IV ഫ്ലൂയിഡ് തൂക്കിയിടുന്നത്. അതിന് പകരം നമ്മൾ IV ഒക്കെ കൊടുക്കുന്ന സമയത്ത് സിറിഞ്ച് പമ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് അതെങ്ങനെ പമ്പ് ചെയ്ത് ഉള്ളിലേക്ക് കയറി പോയിക്കോളും. പിന്നെ ആ ടൈം കഴിയുമ്പോൾ അതിന്നൊരു ബീറ്റിംഗ് സൗണ്ട് വരും. അപ്പൊ നമുക്ക് സ്റ്റോപ്പ്, തന്നെ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഒക്കെ ആവും. ആ രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ സിറിഞ്ച് പമ്പ്. സിറിഞ്ച് വെക്കുന്നത് വരുന്നുണ്ട്, ഇത് ഓട്ടോമാറ്റിക് പമ്പ് ചെയ്ത് കയറിക്കോളും. നമ്മളവിടെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആ ടൈമും അതുപോലെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ടൈം ആകുമ്പോൾ അതവിടെ നിന്നോളും. ഓക്കെ, അതാണ് കേട്ടോ സിറിഞ്ച് പമ്പ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ആര്? സ്റ്റെതസ്കോപ്പ് അല്ലെ. സ്റ്റെതസ്കോപ്പ് നോക്കാം. ദ സ്റ്റെതസ്കോപ്പ് ഈസ് ആൻ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ കേട്ടോ. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്നർ ഓർഗൻസില്, ശരീരത്തിനകത്തുള്ള ഓർഗൻസിന്റെ സൗണ്ട് ഉണ്ടല്ലോ, ശബ്ദം, അത് കേൾക്കുന്ന ഒരു സംവിധാനം കേട്ടോ. അതാണ് ഓസ്കൾട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ സ്റ്റെതസ്കോപ്പ് ഈസ് ആൻ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ ഓർ ലിസണിംഗ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ ആനിമൽ ഓർ ഹ്യൂമൻ ബോഡി അല്ലെ. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ആ ഒരു എന്താ പറയാ സൗണ്ട് കേൾക്കാനും, അല്ലെങ്കിൽ നമ്മുടെ അനിമൽസിന്റെ ആയാലും, അതുപോലെ ഹ്യൂമൻ ബോഡി മാത്രമല്ല മൃഗങ്ങളുടെ ആയാലും നമുക്ക് ശരീരത്തിൽ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഇന്റേണൽ ഓർഗൻസിന്റെ സൗണ്ട് കേൾക്കാനായിട്ടുള്ള ഒരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസൊണേറ്റർ
that is put against the chest. അതായത് ഇതിന് എന്താണ്, ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസൊനേറ്റർ ഉണ്ട് അല്ലെ, ഈ ഭാഗമാണ് കേട്ടോ റെസൊനേറ്റർ, ഡിസ്ക് ഷേപ്ഡ് റെസൊനേറ്റർ ആണ്. അതുപോലെ ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദ ചെസ്റ്റ്, ഈ ഭാഗമാണ് അല്ലെ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ വെക്കുന്നത് ഈ ഒരു റെസൊനേറ്റർ ഭാഗമാണ് അല്ലെ, ഡിസ്ക് ഷേപ്ഡ് റെസൊനേറ്റർ ഭാഗമാണ്. അത് മാത്രമല്ല 2 tubes connected to ear pieces അല്ലെ, ഇത് കണ്ടോ, 2 ഇയർ പീസസുമായിട്ട് കണക്ട് ചെയ്ത എന്താണ് ട്യൂബുകൾ പോലെയും ഉണ്ടായിരിക്കും അല്ലെ. ഇത് നമ്മൾ ചെവിയിൽ വെച്ചിട്ട് നമ്മുടെ റെസൊനേറ്റർ നമ്മൾ നെഞ്ചിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു സൗണ്ട് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദ ലങ്സ് ആൻഡ് ഹാർട്ട് അല്ലെ. ഇത് ഈ പറയുന്ന പോലെ ലങ്സ്, ഹാർട്ട് അവയുടെ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ. ഇത് പ്രത്യേകം ആദ്യത്തെ സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കാം. Stethoscope is an auditory medical device for auscultation or listening to the inner sounds of an animal or a human body. അടുത്തത് കേട്ടോ, അടുത്ത മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്ത്, ക്രാഷ് കാർട്ട്. ഇതാണ് ക്രാഷ് കാർട്ട് കേട്ടോ. ക്രാഷ് കാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് നോൺ ബൈ, നമുക്കൊരു ക്രാഷ് കാർട്ടിന്റെ ചിത്രം നോക്കി ഒരു ശരിക്കും പറഞ്ഞ ഒരു അലമാര പോലെ ഇരിക്കുന്നു അല്ലെ, കുറച്ച് ഷെൽഫുകളും ഡ്രോയറുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക് കോഡ് കാർട്ട് ആൻഡ് എന്താണ് മാക്സ് കാർട്ട്, പിന്നെ എന്താണ് മാക്സ് കാർട്ട്. അപ്പൊ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് 3 പേരുകള്? ക്രാഷ് കാർട്ട് എന്ന് പറയാം, കോഡ് കാർട്ട് എന്ന് പറയാം, മാക്സ് കാർട്ട് എന്ന് പറയുന്നത്. 3ഉം ഒരേ ആളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, എ ക്രാഷ് കാർട്ട് ഓർ കോഡ് കാർട്ട് ഓർ മാക്സ് കാർട്ട് ഈസ് എ സെറ്റ് ഓഫ് ട്രേസ്, ഡ്രോയേഴ്സ്, ഷെൽഫ്സ് ഓർ വീൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് for the transportation and the dispensing of emergency medication or equipment അല്ലെ. എന്താണ്, at the site of medical or surgical emergency for life support protocols to potentially save someone's life. എന്താണ് പറയുന്നത്, അതായത് എമർജൻസി മെഡിക്കേഷൻസ്, എമർജൻസി മെഡിസിൻസുകളും മറ്റുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്പെൻസ് ചെയ്യാൻ അല്ലെ, വിതരണം ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു കൂട്ടം ട്രേകളും ഡ്രോയറുകളും ഷെൽഫുകളൊക്കെ അടങ്ങുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള അല്ലെ, ഓൺ വീൽസ് എന്ന് പറഞ്ഞ മൂവബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രാഷ് കാർട്ട് അഥവാ കോഡ് കാർട്ട് അഥവാ മാക്സ് കാർട്ട് എന്ന് പറയുന്നത് അല്ലെ. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? സൈറ്റ് ഓഫ് മെഡിക്കൽ സർജിക്കൽ എമർജൻസി ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ടു പൊട്ടൻഷ്യലി സേവ് സമ്മൺ ലൈഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ആളുകളുടെ ജീവൻ സേവ് ചെയ്യാനായിട്ട് അവർക്കൊരു ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് എമർജൻസി ലൈഫ് സപ്പോർട്ടിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പാകത്തില് ഉള്ള ഒരു കൂട്ടം ട്രേകളും അതുപോലെ ഡ്രോയറുകളും ഷെൽഫുകളും ഒക്കെ ഉള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. ഇനി അടുത്തത് ഇന്നത്തെ ACLS എന്ന് പറഞ്ഞിട്ടുണ്ട്. ACLS ഓർ ALS. ACLS നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചതാണ്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്നാണ് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. അടുത്തത് നമുക്ക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നതാണ് നെബുലൈസർ. അടുത്തെന്താണ്? നെബുലൈസർ കേട്ടോ. നെബുലൈസർ ഒക്കെ നമുക്കറിയാലോ, കാര്യം നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും പേര് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, കുട്ടികളുള്ളവടത്തും വയസ്സായ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നെബുലൈസർ അല്ലെ. എന്തിനാണ്? നമുക്ക് ആ ഒരു ബ്രീത്തിങ് ബുദ്ധിമുട്ടുകൾ, ബ്രീത്തിങ് മാത്രമല്ല നമുക്ക് ബ്രീത്തിങ് ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് എ ഡ്രഗ്. തന്നെ റെസ്പിറേറ്ററി ഡിസീസസിനൊക്കെയാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആസ്മ പോലെ അല്ലെ, ശ്വാസം മുട്ട്, ആസ്മ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ചുമ, അതിശക്തമായ ചുമയുടെ ഭാഗമായിട്ട് നമുക്ക് ശ്വാസതടസ്സമൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നെബുലൈസർ. കുട്ടികൾക്കൊക്കെ മിക്കപ്പോഴും വേണ്ടി വരുന്ന ഒരു സംഭവമാണ് അല്ലെ നെബുലൈസർ. കഫക്കെട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് മിക്കവാറും ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, നെബുലൈസ് ചെയ്യാറുണ്ട് അല്ലെ. സാധാരണ വീട്ടിൽ നെബുലൈസ് ചെയ്യരുതെന്നാണ് ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യം. വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഓക്സിജൻ സപ്ലൈ ഒന്നും അതിന് കൊടുക്കണില്ല. അപ്പൊ ശരിക്കും അതൊരു ഓക്സിജൻ സപ്ലൈ വിത്ത് ഓക്സിജൻ സപ്ലൈയോടുകൂടി ചെയ്യണമെന്നാണ് പറയുന്നത് നെബുലൈസ് ചെയ്യുമ്പോഴേ. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലധികം ചെയ്യുന്നതിനോട് ഡോക്ടേഴ്സ് അധികം അതിനെ ഇതാക്കുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നെബുലൈസർ ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് used to give the medication in the form of a mist inhaled into the lungs. അതായത് സാധാരണയായിട്ട് നമ്മുടെ
ശ്വാസകോശത്തിനകത്തേക്ക് അല്ലെ മരുന്നുകളെല്ലാം തന്നെ എന്താ കൊടുക്കുന്നതിന് വേണ്ടി അത് ഇവര് പറയുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് എന്നാണ് പറയുന്നത്, മഞ്ഞ് പോലെ അല്ലെങ്കിൽ ഒരു ഗഷ്യസ് ഫോമിൽ നമ്മൾ ലങ്സിനകത്തേക്ക് മരുന്നുകൾ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, നെബുലൈസേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് cystic fibrosis, asthma, COPD and other respiratory diseases or disorders. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ നെബുലൈസർ എന്തിന്റെയൊക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്? ഇൻ ദ ട്രീറ്റ്മെന്റ് ഫോർ സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലങ്സിനെയും അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ ട്രാക്ട്, അതായത് എയർവേ ട്രാക്റ്റിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. പ്രത്യേകിച്ച് ശ്വാസകോശത്തിനൊക്കെ അസുഖം വരാന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും നമുക്ക്. അപ്പൊ ആ ശ്വാസകോശത്തിന് അതുപോലെ തന്നെ നമ്മുടെ അന്നനാളം നമ്മുടെ ഇത് ശ്വാസനാളം കേട്ടോ, ശ്വാസനാളം, ട്രക്കിയൽ ട്രാക്ട് അതിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതുപോലെ ആസ്മ, COPD ഫുൾ ഫോം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് COPD ഫുൾ ഫോം. ഒന്ന് പറഞ്ഞേ, എന്താണ് COPD ഫുൾ ഫോം എന്താണ്? യെസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി. കറക്റ്റ് ആണ് കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളാണ് അല്ലെ. നമ്മുടെ ആ ഒരു ശ്വാസനാളത്തില് ഈ പറയുന്ന പോലെ ഒരു ബ്ലോക്കേജ് പോലെ വരികയാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു അല്ലെ. ഇതൊരു ക്രോണിക് ആണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. അതുപോലെ തന്നെ അതർ റെസ്പിറേറ്ററി, അത് തന്നെ മ്യൂക്കസ് അടിഞ്ഞുകൂടിയിരുന്ന ലങ്സിലെ അസുഖം വരും, അതാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. അതെ, ലങ്സിനെ ബാധിക്കുന്ന അസുഖമാണ് കേട്ടോ ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ആസ്മ ആയിക്കോട്ടെ, COPD ആയിക്കോട്ടെ, അതുപോലെ മറ്റ് ശ്വാസ തകരാറുകൾക്കും അസുഖങ്ങൾക്കും ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇത് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ, അടുത്തതാണ് ഇത് സ്റ്റീം ഇൻഹേലർ. ഇതാണ് സ്റ്റീം ഇൻഹേലർ. കണ്ടിട്ടില്ലേ? എനിക്ക് എന്റെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെയാണോ അതോ വേറെ രീതിയിലാണോ എന്നറിയില്ല. ചുമന്നിട്ടൊരു സാധനം, ചുവപ്പ് മഞ്ഞ കളറിലൊക്കെ കണ്ടിട്ടുണ്ട്. വേറൊരു സാധനം ഉണ്ട് ഇതുപോലെ അല്ലാത്തൊരു ഇതുണ്ട്, ചെറിയൊരു ഓട്ടയൊക്കെ ആയിട്ട് ഒരു ഇതുണ്ട്, സ്റ്റീം ഇൻഹേലേഴ്സ് ഉണ്ട്. അപ്പൊ നോക്കാം, ദ മോസ്റ്റ് കോമൺ ആൻഡ് മേജർ ബെനിഫിറ്റ് ഓഫ് ദ നാച്ചുറൽ സ്റ്റീം ഇൻഹേലേഷൻ തെറാപ്പി ഈസ് its marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. അതായത് നമുക്കറിയാം സ്റ്റീം ഇൻഹേലർ എന്താണുള്ളത് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഹേലേഷൻ തെറാപ്പി അല്ലെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇതിന്റെ. അതെ, ആരാണ് ചിത്രം കാണിച്ചല്ല? കണ്ടു കേട്ടോ. അതെ, ഈ സംഭവം എന്റെ വീട്ടിലുണ്ട് കേട്ടോ, സ്റ്റീം ഇൻഹേലർ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് തന്നെ സംഭവം, ചുവന്ന കളറില് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ചിലരുടെ കയ്യില് വേറെ ആയിരിക്കും അല്ലെ. ഈ ടൈപ്പ് ഉണ്ടാവും കേട്ടോ, ഈ ടൈപ്പ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഇൻഹേലേഴ്സുകള് കണ്ടു കേട്ടോ രേഷ്മ, കണ്ടു ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് സാധാരണയായിട്ട് നമ്മള് ഇതുകൊണ്ടാണ് നമുക്ക് ചൂടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഈർപ്പം ഉള്ളതോ ആയ ഈർപ്പം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ വരാം അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് കോൾഡ് അല്ലെ, ജലദോഷം അല്ലെങ്കിൽ തലവേദന, മൂക്കടപ്പ് ഇങ്ങനെയുള്ള കാലാവസ്ഥ സംബന്ധമായിട്ടൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം റെസ്പിറേറ്ററി പ്രോബ്ലംസിന് അല്ലെ, അത്തരം റെസ്പിറേറ്ററി പ്രോബ്ലംസ് മറ്റുള്ള കോംപ്ലിക്കേഷൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ എക്യുപ്മെന്റ് ആണ് സ്റ്റീം ഇൻഹേലർ. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെന്താണ്? യെസ്, അത്രേ ഉള്ളൂ കേട്ടോ. കോംപ്ലിക്കേഷൻ ജനറേറ്റഡ് വിത്ത് ദ വാം ആൻഡ് മോയ്സ്ചർ വൈൽ ഇൻഹേലിംഗ് വിത്ത് ദിസ് പ്രോസസ് ഓഫ് സ്റ്റീം ഇൻഹേലേഷൻ. അടുത്ത ആളാരാണ്? എക്കോ അല്ലെ. എക്കോ ടെസ്റ്റ് ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ, എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എക്കോ എന്താണ്? എക്കോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. The test is also known in the name of echocardiography or diagnostic cardiac ultrasound അല്ലെ. ഓക്കെ, നമ്മള് അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെയാണ്, പക്ഷെ എന്താണ് എക്കോ ആണ് അല്ലെ. എക്കോ ടെസ്റ്റ് ആണ് അല്ലെ. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാണ് അല്ലെ. അൾട്രാസൗണ്ട് രീതിയിൽ, അതായത് സൗണ്ട് വേവ്സുകളാണ് നമ്മളവിടെ
ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ശബ്ദ തരംഗങ്ങൾ അല്ലെ. അതേസമയം ECG എന്തായിരുന്നു? ഇലക്ട്രോ കാർഡിയോഗ്രാം, അത് വൈദ്യുത തരംഗങ്ങൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നു അല്ലെ. ഇവിടെ എക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ് അല്ലെ, മനസ്സിലാക്കുകയാണ്. അതിനകത്തുള്ള എന്താ പറയുക വാൽവുകള്, ഭിത്തികള്, അറകള്, അവിടെ എന്തെങ്കിലും ബ്ലോക്കേജോ കാര്യങ്ങളോ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ECG കഴിഞ്ഞിട്ട് ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ജസ്റ്റ് ഒരു ഗ്രാഫ് മാത്രമേ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ എക്കോ ചെയ്ത് കുറെ കൂടെ വിശദമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അല്ലെ. അതിൽ നമുക്ക് കൃത്യമായിട്ട് അൾട്രാസൗണ്ട്, അതായത് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൃദയത്തിന്റെ അറകളും ആ ഹൃദയം എല്ലാം നമുക്ക് കൃത്യമായിട്ട് ലൈവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. The test is also known in the name of echocardiography or diagnostic cardiac ultrasound. ഇനി നോക്കാം. An echo uses important ആണ് sound waves to design the pictures of your heart chambers, valves and the blood vessels. Blood vessels എന്ന് പറയുമ്പോൾ എന്തൊക്കെ? aorta, arteries and veins attached to your skin എന്നാണ് കേട്ടോ. സ്കിൻ എന്നാക്കിക്കോളാം കേട്ടോ. അതായത് നോക്കൂ, നമ്മളൊരു എക്കോ എന്താണ് യൂസ് ചെയ്യുന്നത്? സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ ചാമ്പറുകൾ അല്ലെ, ഹൃദയത്തിന്റെ അറകള്, വാൽവുകള്, ഭിത്തികള്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് അല്ലെ, അതായത് അയോർട്ട, മഹാധമനി, അതുപോലെ ആർട്ടറീസും വെയിൻസും അല്ലെ, ധമനികളും സിരകളും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ടു യുവർ സ്കിൻ അല്ലെ, നമ്മുടെ സ്കിന്നില് അറ്റാച്ച് ചെയ്തോണ്ട് ഇതൊരു ട്രാൻസ്ഡ്യൂസർ ആണ് ഈ സംഭവം കേട്ടോ. ഒരു ജെല്ലൊക്കെ തേച്ചിട്ടാണ് അത് ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഹാർട്ടിന്റെ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. എ പ്രോബ് കോൾഡ് എ ട്രാൻസ്ഡ്യൂസർ ഇസ് പാസ്ഡ് ഓവർ യുവർ ചെസ്റ്റ്. അപ്പൊ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട് അല്ലെ. ഇത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീനിലൂടെ കാണാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ് വിവരങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ബ്ലോക്കേജോ കാര്യങ്ങളോ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഹാർട്ടിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്കോ ടെസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തവരൊക്കെ ഉണ്ടാവും അല്ലെ? ചെയ്തവരുണ്ടോ ഇതിനകത്ത്? എക്കോ ടെസ്റ്റ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ അവിടെ? എക്കോ ടെസ്റ്റ് ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പറയാൻ പറ്റൂലോ. അടുത്തതാണ് EEG കേട്ടോ. എന്താണ് EEG? EEGയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തന്നെ ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ, ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്നും നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം. അറിയാത്തവരെ എഴുതിയെടുക്കണം കേട്ടോ. ഇലക്ട്രോ എൻസെഫലോ സ്പെല്ലിംഗ് പറയണോ? ഇലക്ട്രോ എൻസെഫലോ കേട്ടോ. ENCEPHLOGRAPH കേട്ടോ. എൻസെഫലോഗ്രാം, ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാം കേട്ടോ. നോക്കാം. EEG ഈസ് യൂസ്ഡ്. നമ്മൾ ECG എന്തായിരുന്നു? അത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനാണ്. EEG എന്താണ്? ബ്രെയിനിന്റെ ആണ്. അതിന്റെ ഹെഡ് ആൻഡ് ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെ. എൻസെഫലോ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്. സെഫലോ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ബ്രെയിൻ അല്ലെ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്, നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. EEG is used to find the problems in the electrical function of the brain that may be connected with the certain brain disorders. അല്ലെ, നമ്മൾ ഈ പറയുന്ന മസ്തിഷ്കത്തിന്റെ വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന എന്താ പറയുക ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ഫങ്ഷൻസിന്റെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസുകൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് EEG എന്ന് പറയുന്നത്. The measurements given by an EEG are used to verify the various conditions, including seizure disorders. Seizure disorders such as epilepsy, head injury, etc. അപ്പോൾ നമ്മൾ ഈ EEG ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നമുക്ക് എന്തെല്ലാം കണ്ടീഷൻസിന് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ നമ്മുടെ ഹെഡ് ഇഞ്ചുറി അല്ലെ, തലക്കേറ്റ പരിക്കുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകല്യങ്ങൾ, സീസർ ഡിസോർഡേഴ്സ് എന്നാണ് പറഞ്ഞത്. ലൈക്ക് എപ്പിലെപ്സി കേട്ടിട്ടുണ്ടാകുന്നു, അപസ്മാരം. ഓക്കെ, അപസ്മാരം
അതൊക്കെ എന്താണ് ബ്രെയിൻ ഡിസോർഡേഴ്സ് ആണ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന പല ഭാഗപ്പിഴകൾ കൊണ്ടാണ് എപ്പിലെപ്സി പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്, അപസ്മാരം പോലുള്ളത്. അപ്പൊ അത്തരം അസുഖങ്ങൾ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും നമുക്ക് പരിക്കേറ്റ് അതുമൂലം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടീഷൻസുകളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് EEGയിലൂടെ സാധിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ്. അടുത്തത് ഒരു മിനിറ്റ് തന്നെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, പറയാട്ടോ നമുക്ക്. അടുത്തതാണ് എന്താണ് ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞില്ലേ, EEG പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ് പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താണ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, ഒഫ്താൽമോളജി, സ്റ്റഡി ഓഫ് ഐ. അപ്പൊ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പൊ നമുക്ക് നോക്കാം. ഒഫ്താൽമോസ്കോപ്പ് ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പ് കേട്ടോ. ഫണ്ടോസ്കോപ്പി എന്ന് പറയൂ കേട്ടോ. ഫണ്ടോസ്കോപ്പി പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ് ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി കേട്ടോ. ഫണ്ടോസ്കോപ്പി എന്ന് പറയും. ഇറ്റ് ഈസ് എ ടെസ്റ്റ് വിച്ച് പെർമിറ്റ്സ് എ ഹെൽത്ത് പ്രൊഫഷണൽ to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope. ഓക്കെ, എന്താണ് ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ? ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് സർഫസ് ആണ് കേട്ടോ. ബാക്ക് സർഫസ് ആണ് കണ്ണിന്റെ സർഫസ്, അതായത് ഉൾഭാഗങ്ങളാണ്. ബാക്ക് സർഫസ് ഓഫ് ദ ഐ ദാറ്റ് കണ്ടെയ്ൻ റെറ്റിന, അതുപോലെ ബ്ലഡ് വെസൽസ്, ഈ നാഡികളൊക്കെ ഉണ്ടാവുമല്ലോ, നേത്ര നാഡികളൊക്കെ, ആ ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ അതാണ്. കണ്ണിന്റെ ഉള്ളിൽ ഉള്ള ഭാഗങ്ങളാണ് നമ്മുടെ റെറ്റിന, ബ്ലഡ് വെസൽസ്, നേത്രനാഡികള്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കണ്ണിന്റെ ഭാഗം. അതാണ് ഫണ്ടസ് കേട്ടോ. ഫണ്ടസ് ഓഫ് ദ ഐ, ബാക്ക് സർഫസ് ഓഫ് ദ ഐ ആണ് ശരിക്കും. അപ്പൊ അതിനകത്ത് കൂടെ നമുക്ക് നേത്രനാഡികളും റെറ്റിന അങ്ങനെയുള്ളതൊക്കെ, ബ്ലഡ് വെസൽസ് കറക്റ്റ് ഒക്കെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് ഹെൽത്ത് പ്രൊഫഷണലിനെ സംബന്ധിച്ച് ഈ ഐയുടെ ഉൾഭാഗങ്ങള് മറ്റുള്ള ഘടനകൾ അല്ലെ, അതർ സ്ട്രക്ചേഴ്സ്, മറ്റുള്ള സ്ട്രക്ചറുകൾ, ഘടനകളൊക്കെ കാണാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ് അഥവാ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ് അഥവാ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. It is performed as a part of an eye examination and may be performed as a part of a customary physical examination. എന്താണ് പറയുന്നത്? it is performed as a part of an eye examination. സാധാരണ ഇതെന്താണ്, ഒരു നേത്ര പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയും നമുക്ക് ചെയ്യാം as a part of a customary physical examination. കസ്റ്റമറി എന്ന് പറഞ്ഞത് പതിവ് പരിശോധന, സാധാരണ നോർമൽ പരിശോധനകളുടെ ഭാഗമായിട്ടും നമുക്കിത് നടത്താറുണ്ട് അല്ലെ. അപ്പൊ നേത്ര പരിശോധനയുടെ ഭാഗമായിട്ടും അതല്ല, നമ്മൾ സാധാരണ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടും എന്തുപയോഗിക്കാറുണ്ട്, ഈ ഒരു പരിശോധന നമുക്ക് നടത്താം. നമ്മൾ മിക്കപ്പോഴും ഇപ്പൊ എല്ലാവർക്കും കണ്ണിനും മറ്റും പ്രോബ്ലംസ് ഉള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. പ്രത്യേകിച്ച് പ്രമേഹമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിന്റെ ടെസ്റ്റുകൾ എപ്പോഴും ചെയ്യണം എന്നാണ് പറയുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു പേര് ഓർത്ത് വെക്കണം കേട്ടോ, ഫണ്ടോസ്കോപ്പ് എന്ന് പറയും കേട്ടോ. ഫണ്ടോസ്കോപ്പ് എന്നും പറയും. ഓക്കെ, അടുത്തതാണ് ഹോൾട്ടർ മോണിറ്റർ. എന്താണ് ഹോൾട്ടർ മോണിറ്റർ? ഇതാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം. എ ഹോൾട്ടർ മോണിറ്റർ ഇസ് എ പോർട്ടബിൾ ഡിവൈസ്
which operates with the help of a battery. അതായത് ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ്. വളരെ ചെറുതാണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് പോർട്ടബിൾ ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്ററിംഗ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഹൃദയ പ്രവർത്തനങ്ങള് രേഖപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ ഈ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഹൃദയ പ്രവർത്തനങ്ങള് നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ അതിനകത്ത് ധാരാളം ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോഡുകൾ ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോഡുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ഈ നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ മറ്റേ ECG ഒക്കെ ചെയ്തല്ലോ, അതുപോലെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പിടിച്ചെടുക്കാനായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോഡുകൾ എന്ത് ചെയ്യും? നമ്മുടെ രോഗിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിക്കും. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു റെക്കോർഡർ ഉണ്ടായിരിക്കും. ഇതാണ് ആ റെക്കോർഡർ. കണ്ടോ, ഈ ഇലക്ട്രോഡ്സുകൾ ഈ റെക്കോർഡറുമായിട്ട് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. കണ്ടോ, ഈ ഇലക്ട്രോഡ്സുകൾ എല്ലാം തന്നെ ഈ റെക്കോർഡറുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ റെക്കോർഡർ എന്ന് പറയുമ്പോൾ ഒന്നിനെയും നമുക്ക് ഒരു ബെൽറ്റിലോ അല്ലെങ്കിൽ നമുക്കൊരു പോക്കറ്റിലോ കൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഹോൾട്ടർ മോണിറ്റർ കേട്ടോ. ഈ റെക്കോർഡർ ഇങ്ങനെ നമുക്കൊരു ബെൽറ്റിലോ പോക്കറ്റിലോ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് അതിന്റെ സ്റ്റെപ്പ് ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു റെക്കോർഡർ എന്ത് ചെയ്യും? ECG ഡാറ്റ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഡാറ്റ അനാലിസിസ് ആണ്. ഈ റെക്കോർഡ് ചെയ്ത വിവരം ഇത് റിമൂവ് ചെയ്തിട്ട് ഈ റെക്കോർഡർ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അത് റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹൃദയത്തിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഇത് കുറേ കൂടെ പോർട്ടബിൾ ഡിവൈസ് ആണ്. പറ്റും? മനസ്സിലായോ? പോർട്ടബിൾ ഡിവൈസ് ആണ്. അതാണ് റെക്കോർഡിംഗ് ECG ഡ്യൂറിംഗ് ഓക്കെ ഫസ്റ്റ് ഫോർ 24 hours. ഓക്കെ, നോക്കാം, നമുക്ക് വായിക്കാം. എ ഹോൾട്ടർ മോണിറ്റർ ഈസ് എ പോർട്ടബിൾ ഡിവൈസ് which operates with the help of a battery. ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. It measures and records your heart's functioning, that means ECG, constantly for 24 to 48 hours or longer depending on the type of monitoring used. Okay, ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, the instrument has the size of a small camera. ഈ ഇൻസ്ട്രുമെന്റിന് ഒരു ചെറിയ ക്യാമറയുടെ വലിപ്പേ ഉള്ളൂ. പോർട്ടബിൾ ഡിവൈസ് ആണല്ലോ, കുഞ്ഞ ഒരു ഡിവൈസ് ആണ്. It has wires with the silver dollar size electrodes that fixed to the skin. കണ്ടോ, ഇലക്ട്രോഡുകളെ കുറിച്ചാണ് നമ്മുടെ ധാരാളം എന്താ പറയുക സൈസ് ഇലക്ട്രോഡ്സുകൾ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡ്സുകൾ റെക്കോർഡറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. റെക്കോർഡർ ഇങ്ങനെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ലാസ്റ്റ് നമുക്ക് അത് അനലൈസ് ചെയ്തിട്ട് ഹാർട്ടിന്റെ ഭയങ്കര അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് എന്താണ്? കാർഡിയാക് ടേബിൾ കേട്ടോ. കാർഡിയാക് ടേബിളിനെ കുറിച്ച് പറയുന്നത് ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഈ കാർഡിയാക് സംബന്ധമായിട്ട് രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു എന്താ പറയുക ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ബെഡ് ടേബിൾ സെറ്റ് ഇൻ ഫ്രണ്ട് with a pillow on it, the patient can incline forward and take rest. അപ്പൊ ചിലത് തലയിണയുള്ളത് ഉണ്ടായിരിക്കും കേട്ടോ, പില്ലോ ഉള്ള തരത്തിലുള്ള ടേബിൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിലാവുമ്പോ പേഷ്യൻസിന് അവർക്ക് ചെരിയാനും മുന്നോട്ട് അറിയാനും ഒക്കെ സാധിക്കും. മുന്നോട്ട് നീങ്ങാനും ചെരിയാനും ഒക്കെ അവർക്ക് സാധിക്കും. ഇനി ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് എഴുത്ത് എന്നാണ് പറയുന്നത്. ഇനി പില്ലോ ഇല്ലാത്ത ടേബിൾ ആണെങ്കിൽ അത് നമുക്ക് എഴുതാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താം. Used for patients with cardiac conditions and asthma. കേട്ടോ, പ്രധാനമായിട്ടും നമുക്ക് ഹൃദയ എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക്, ആസ്മ പേഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. The table set in front with a pillow on it. Patients can incline forward and take rest.
ഓക്കെ, പില്ലോ ഉള്ള ടേബിൾ ആണെങ്കിൽ. ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ് കേട്ടോ. പില്ലോ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എഴുതാനും മീൽസ് കഴിക്കാനൊക്കെ ഉപയോഗിക്കാം. ആൻഡ് യൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ. പ്രധാനമായിട്ട് കാർഡിയക് ടേബിൾ എന്നാണല്ലേ പേര്. അപ്പൊ കാർഡിയക് കണ്ടീഷൻസ്, ഹൃദയ പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ ആസ്മ പേഷ്യൻസിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. പിന്നെ ഇത്രയും മതി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് പുതിയതായിട്ട്? വെയിലിംഗ് മെഷീൻ കണ്ടു, ട്രോളീസ് കണ്ടു, വീൽ ചെയർ, അതുപോലെ തന്നെ സ്ട്രക്ചറുകൾ, സക്ഷനിങ് മെഷീൻ, പിന്നെ ഫ്ലോ മീറ്റർ. ഫ്ലോ മീറ്റർ ശ്രദ്ധിക്കുക, ഒരു അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രധാന കമ്പോണന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ സിറിഞ്ച്, പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, ക്രാഷ് കാർട്ട്, നെബുലൈസർ, സ്റ്റീം ഇൻഹേലർ, പിന്നെ എക്കോ, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, ഒഫ്താൽമോസ്കോപ്പ്, ഹോൾട്ടർ മോണിറ്റർ, ദെൻ കാർഡിയക് ട്യൂബ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മതി. പോവരുത്, ലെഫ്റ്റ് ചെയ്യരുത് കേട്ടോ.